الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد السلام عليكم ورحمة الله وبركاته സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മേവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ, അതിലെ നൂനുസാക്കിനെയും തൻവീനുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് നാം കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി പഠിച്ചു വന്നത്. ആ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിലെ ഉദാഹരണങ്ങൾ നാം ഓരോ അക്ഷരങ്ങൾക്കും പ്രത്യേകം എടുത്ത് ഉദ്ധരിക്കുകയും ചെയ്തിരുന്നു. അറബിയിലുള്ള എല്ലാ അക്ഷരങ്ങളും അതിനു മുമ്പായി സുക്കൂനായ നൂനോ തൻവീനോ വരുമ്പോൾ ഉള്ള നിയമങ്ങൾ, മാറി മാറി വരുന്ന നിയമങ്ങൾ, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എന്ന നിലക്ക് കഴിഞ്ഞ ദിവസം സൂറത്ത് തക്വീർ നാം പാരായണം ചെയ്തു. അതിലുള്ള നിയമങ്ങളൊക്കെ ശ്രദ്ധിക്കുകയുണ്ടായി. ഇന്ന് സൂറത്ത് ത്വാരിഖ് ഒന്ന് പാരായണം ചെയ്യുകയും അതിൽ വരുന്ന നിയമങ്ങളൊക്കെ ശ്രദ്ധിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സൂറത്ത് ത്വാരിഖ് ഒന്ന് എടുത്തു വെക്കുകയും അതിലെ നിയമങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسماء والطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ إن كل الإخفاء إن كل إخفاء ആണ് അവിടുത്തെ നിയമം. കാരണം അതിനുള്ള സബബ് സുക്കൂനായ നൂനിന് ശേഷം കാഫ് എന്ന അക്ഷരം വന്നു. വൽ കാഫ് മിൻ ഹുറൂഫിൽ ഇഖ്ഫാ, ഇഖ്ഫായിൽപ്പെട്ട അക്ഷരമാണ് കാഫ് എന്നുള്ളത്. അതുകൊണ്ട് അവിടെ മണിച്ചുകൊണ്ട് മറച്ചു വെച്ച് ഉച്ചരിക്കണം. ഇവിടെ മറച്ചു വെച്ച് ഉച്ചരിക്കുന്നത് നൂനിനെയാണ്, നൂന് സാക്കിനെയാണ് മറച്ചു വെച്ചുകൊണ്ട് ഇഖ്ഫാ ചെയ്തുകൊണ്ട് ഉച്ചരിക്കുന്നത്. ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്. നഫ്സിൻ ലമ്മ, തൻവീനു ശേഷം ലാം എന്ന അക്ഷരം. ഇവിടെ ഇദ്ഗാം ബിഗൈരി ഗുന്ന, ഗുന്നത്തില്ലാതെ കൂട്ടി യോജിപ്പിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത്. കാരണം തൻവീനു ശേഷം ലാം എന്ന അക്ഷരം വന്നു. വല്ലാം മിനൽ ഹുറൂഫിൽ അൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന, ഇദ്ഗാം ബിഗൈരി ഗുന്നയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ലാം എന്നത്. അപ്പോൾ അവിടെ ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം എന്ന് പറയുന്നത് കൂട്ടി യോജിപ്പിച്ച് സുക്കൂനായ നൂനിനെ ഇദ്ഗാമിൻ്റെ അക്ഷരങ്ങളിലേക്ക് കൂട്ടിച്ചേർത്ത് യോജിപ്പിച്ച് ഉച്ചരിക്കുന്നതിനാണ് പറയുന്നത് ഇദ്ഗാം എന്ന് പറയും. ഇവിടെ ഗുന്നത്തില്ലാതെയാണ് നാം കൂട്ടിയോജിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇദ്ഗാം ബിഗൈരി ഗുന്ന എന്ന് പറഞ്ഞത്. ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്.
നഫ്സിൻ ലമ്മ എന്നവിടെ നാം ഉച്ചരിക്കാൻ പാടില്ല. ഇദ്ഗാം ബിഗൈരി ഗുന്ന നാം ഉച്ചരിക്കുമ്പോൾ ആ സുക്കുന നൂനിൻ്റെ അല്ലെങ്കിൽ തൻവീനിൻ്റെ സിഫത്തായ ഗുന്നത്ത് അതിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അവിടെ ഗുന്നത്ത് തീരെ ഉണ്ടാകാൻ പാടില്ല. നഫ്സിൻ ലമ്മ എന്ന് വരാൻ പാടില്ല. മറിച്ച് നഫ്സിൽ ലമ്മ അലൈഹ ഹാഫിദ്, ഗുന്നത്ത് അവിടെ സൈലൻ്റ് ആയിരിക്കും പൂർണ്ണമായും. ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിദ് فلينظر الإنسان مما خلق. فلينظر സുക്കൂന നൂനിന് ശേഷം വ എന്ന അക്ഷരമാണ്. വ എന്ന അക്ഷരം ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതായതുകൊണ്ട് അവിടെ ഇഖ്ഫാ ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. ഫൽയൻദുരി അൽ ഇൻസാനു, ഇവിടെയും ഇഖ്ഫാ ആണ് നിയമം. കാരണം സുക്കൂന നൂനിന് ശേഷം സീൻ എന്ന അക്ഷരമാണ് വന്നിട്ടുള്ളത്. സീൻ എന്ന അക്ഷരം ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരമാണ്. അതുകൊണ്ട് അവിടെ മണിച്ചുകൊണ്ട് സുക്കൂന നൂനിനെ മണിച്ചുകൊണ്ട് അല്പം അവ്യക്തമാക്കി അതിനെ ഉച്ചരിക്കണം. ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ. ഖുലിഖ മിൻ മാഇൻ ദാഫിഖ. ഇവിടെ രണ്ട് നിയമങ്ങൾ വന്നിട്ടുണ്ട്. ഖുലിഖ മിൻ മാഇൻ. മിൻ മാഇൻ ഇദ്ഗാം ബിഗുന്ന, ഗുന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യുക, കൂട്ടി യോജിപ്പിച്ച് ഉച്ചരിക്കുക. കാരണം സുക്കൂന നൂനിന് ശേഷം മീം എന്ന അക്ഷരമാണ് അവിടെ വന്നിട്ടുള്ളത്. മീം ഇദ്ഗാം ബിഗൈരി ഗുന്നയുടെ അക്ഷരമാണ്. മാഇൻ ദാഫിഖ, തൻവീനിന് ശേഷം ദാൽ എന്ന അക്ഷരം ഇവിടെ ഇഖ്ഫാ ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. ഖുലിഖ മിൻ മാഇൻ ദാഫിഖ യഖ്റുജു മിൻ ബൈനിസ് ഖുൽബി വത്തറായിബ്. മിൻ ബൈനി ഇഖ്ലാബ് ചെയ്താണ് ഇവിടെ ഓതേണ്ടത്. കാരണം സുക്കൂന നൂനിന് ശേഷം ബ എന്ന ഹർഫാണുള്ളത്. ബ എന്ന ഹർഫ് ഇഖ്ലാബിൻ്റെ ഹർഫാണ്. ഇഖ്ലാബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സുക്കൂന നൂനിനെ മീം ആക്കി ഉച്ചരിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. മീമാക്കി മാറ്റിമറിക്കും. യഖ്റുജു മിൻ ബൈനി, യഖ്റുജു മിൻ ബൈനി എന്ന് ഓതിപ്പോകാൻ പാടില്ല. മറിച്ച് യഖ്റുജു മിൻ ബൈനിസ് ഖുൽബി വത്തറായിബ് ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ യൗമ തുബ്ലസ് സറായിർ ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ. ലഹു മിൻ ഖുവ്വ, സുക്കൂന നൂനിന് ശേഷം ഖാഫ് എന്ന അക്ഷരം ഇഖ്ഫാ ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. ഖുവ്വത്തിൻ വല, തൻവീനിന് ശേഷം വാവ് എന്ന അക്ഷരം അവിടെ ഇദ്ഗാം ബിഗുന്ന, ഗുന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل. അവിടെ ഖൗലുൻ ഫസ്ൽ, തൻവീനിന് ശേഷം ഫ എന്ന അക്ഷരം ഇഖ്ഫാ ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. കാരണം ഫ എന്നത് ഇഖ്ഫാഇൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. വമാ ഹുവ ബിൽഹസ്ൽ ഇന്നഹും യകീദൂന കൈദ.
وأكيد كيدا فمهل الكافرين أمهلهم رويدا. ഖുർആൻ ഇതുപോലുള്ള ആയത്തുകളും അതിൽ വരുന്ന നിയമങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നാം പാരായണം ചെയ്യുക. എപ്പോൾ നാം പാരായണം ചെയ്താലും ആ സമയത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള അഹ്കാമുൻ നൂനു സാക്കിന വ തൻവീൻ അനുസരിച്ച് തന്നെ പാരായണം ചെയ്യുവാൻ ശ്രദ്ധിക്കുക. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിയായ രൂപത്തിൽ ഓതാൻ സാധിക്കുക. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള അൽ മാഹിറു ബിൽ ഖുർആൻ മഅസ് സഫറത്തിൽ കിറാമിൽ ബററ എന്ന് പറഞ്ഞ മലക്കുകളുടെ സാന്നിധ്യത്തിലാണ്, അല്ലെങ്കിൽ മലക്കുകളുടെ ആ ദറജയിലേക്ക് നമുക്കെത്താൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.